ഇന്ന് നമുക്ക് ഓട്ടോ അല്ല, നമ്മുടെ ബോഡി വർക്ക്ഷോപ്പിൽ തിരക്കായതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ടൊന്നും പണിഞ്ഞതൊന്നുമില്ല. അങ്ങനെ വിളിച്ച് കൊണ്ടെല്ലാം പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടുത്തെ സിറ്റുവേഷൻ. അപ്പം നമ്മൾ വണ്ടി ഇന്നിപ്പോൾ അങ്ങോട്ടുള്ള പോക്കാണ്. അപ്പം നമ്മൾ ഇന്നലെ മേടിച്ച മാറ്റും കാര്യങ്ങളുമൊക്കെ സേഫായിട്ട് വെക്കണം, അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് ഞങ്ങളുടെ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലം, അതായത് തഴവ കുറ്റിപ്പുറം. ഷോപ്പിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് തൊടിയൂർ പാലത്തിൻ്റെ അടുത്തൊരു സീനറി ഉണ്ട്, അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പം രണ്ട് സൈഡും വെള്ളവും കാര്യങ്ങളും പുഞ്ചപ്പാടമാണ്, നടുക്കൂടെ റോഡുമാണ്. അപ്പം വൈകിട്ട് നമ്മുടെ സൺസെറ്റൊക്കെ കാണാൻ ആൾക്കാർ വരും. ഇപ്പം അതിന് ഇന്നിപ്പോൾ നട്ടുച്ച സമയമാണ്, അതുകൊണ്ട് ആരുമില്ല. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു വിഷ്വൽ കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ വിഷ്വൽ. ആ കാണുന്നതാണ് ഷാപ്പ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കഴിക്കാം. പുതിയ ഷാപ്പ് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. നല്ല തിരക്കുള്ള ഷാപ്പാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇവിടെയൊക്കെ വന്നിരിക്കാം. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാം. അപ്പം ഇതാണ് തൊടിയൂർ പാലം. ഈ പാലം പുതിയാവിന്ന് വരുമ്പോൾ, കരുനാഗപ്പള്ളി പുതിയാവിന്ന് വരുമ്പോൾ പാലം കയറി ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പോകുന്നിടത്താണ് ഷാപ്പ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള സ്ഥലപ്പേരാണ് ഇത്. കണ്ട സിനിമാപ്പുറം, ഭരണിക്കാവിന് കിഴക്കുള്ള സ്ഥലപ്പേരാണ്. നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. കണ്ടോ, ഇവിടുന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അടൂർ കൊട്ടാരക്കര. നമ്മൾ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി കുറച്ച് ശകലം ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ കാണുന്ന വഴിയിലോട്ടാണ് നമ്മുടെ ബോഡി വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന വഴി. ഇവിടെ ചെന്ന് നോക്കാം തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ വണ്ടി നമ്മൾ മാറ്റിച്ച് സേഫായിട്ട് പാർക്ക് ചെയ്ത് അത് നോക്കിയേ, മൂന്നാറിൽ നിന്ന് വരെ വണ്ടി വന്നു. ഈ വണ്ടിയുടെ പുറകിൽ എഴുതിയേക്കുന്നുണ്ട് മൂന്നാറിൽ നിന്ന് വരെ വണ്ടി വന്നു. വേണ്ട, ഒരു വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് അവൻ എല്ലാം സെറ്റപ്പായി ഇന്ത്യയിലെ വർക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം അതിന് ഏണി വെക്കുന്ന പുതിയ മോഡൽ ഫൈബർ പണിയൊക്കെയാണ്. നമുക്ക് ഏണി വെക്കുന്നുണ്ടോ. അങ്ങനെ നല്ല പണികളൊക്കെ ഉണ്ട് ഇവിടെ. ഫൈബർ വെച്ചാണ് പണിയുന്നത്. ഇത് കണ്ടോ, ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഫൈബർ പണി ചെയ്ത് വെച്ചേക്കുന്നു. ഓരോ വണ്ടികൾ പണിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. എത്രയോ ആൾക്കാർക്ക് അരി മേടിച്ചു കൊടുത്ത വണ്ടിയായിരിക്കും ഇത്. നോക്ക്, ഇപ്പോൾ അവസ്ഥ നോക്ക്. ഞാൻ വണ്ടി അവിടെ ഇട്ടേച്ച് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ കണ്ട കാഴ്ച നോക്ക്. ബസ് സ്റ്റോപ്പിൽ ഒരു ആനയുടെ ഒരു പ്രതിമ നോക്ക്, എന്താ ഭംഗി, നല്ല രസമുണ്ട്. എൻ്റെ ബസ് വന്നു, ഞാൻ കയറിയിരുന്നു, പോയി നല്ല പാട്ടൊക്കെ കേട്ടു.